ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സുങ് ജിൻ വൂവിൻ്റെ എബിലിറ്റീസിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോയിലർ വാർണിംഗ്. ഈ വീഡിയോയിൽ സോളോ ലെവലിംഗ് മാനുവലിൽ നിന്ന് സ്പോയിലേഴ്സ് കാണും. സോ ഒട്ടും സമയങ്ങളത് വീഡിയോയിലേക്ക് കിടക്കാം. ജിൻ വൂവിൻ്റെ എബിലിറ്റീസിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സിസ്റ്റത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിസ്റ്റം ഉണ്ടാക്കിയത് ആർക്കിടെക്റ്റാണ് ആൻഡ് ജിൻ വൂ ഈ സിസ്റ്റത്തിൽ ഒരു പ്ലെയറിനെ പോലെയാണ്. ആൻഡ് ഈ സിസ്റ്റം ഒരു വീഡിയോ ഗെയിമിനെ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജിൻ വൂ ഓരോ ഓപ്പണൻറ്റിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവർ തോൽപ്പിക്കുമ്പോൾ അവന് എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടും. ആൻഡ് ഈ എക്സ്പീരിയൻസ് പോയിന്റ് കൂടുന്തോറും ജിൻ വൂവിൻ്റെ ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ജിൻ വൂ ഓരോ വട്ടം ലെവലപ്പ് ചെയ്യുമ്പോഴും അവൻ്റെ എല്ലാ സ്റ്റാറ്റ്സും ഓരോ പോയിൻറ്റ്സ് വെച്ച് കൂടും. ആൻഡ് അതിൻ്റെയൊക്കെ കൂടെ തന്നെ ജിൻ വൂവിന് 5 എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടും. ആൻഡ് ആ പോയിൻറ്റ്സ് ജിൻ വൂവിന് ഏത് സ്റ്റാറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെയൊക്കെ കൂടെ ഈ സിസ്റ്റം ജിൻ വൂവിന് ക്വസ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കും. ആൻഡ് ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ ജിൻ വൂവിന് റിവാർഡ്സും കിട്ടും. ആൻഡ് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് പെനാൽറ്റികളും കൊടുക്കും. മെയിൻലി ഒരു സിനാരിയോനകത്ത് ഇട്ടിട്ട് മോൺസ്റ്റേഴ്സിൻ്റെ കൂടെ മണിക്കൂറുകൾ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും സിനാരിയോ. ആൻഡ് ഈ സിസ്റ്റത്തിൽ ജിൻ വൂവിനൊരു അൺലിമിറ്റഡ് ഇൻവെൻട്രി ഉണ്ട്. ആൻഡ് ഇതിൽ ജിൻ വൂവിന് എത്ര വേണമെങ്കിലും വെപ്പൺസ് സൂക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ സിസ്റ്റത്തിൽ ഒരു മാർക്കറ്റ് പോലത്തെ സ്ഥലമുണ്ട്. ആൻഡ് ജിൻ വൂവിന് ഇവിടെ നിന്ന് ഏത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ജിൻ വൂവിന് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് വെച്ച് ഹൈ ലെവൽ മാന മോൺസ്റ്റേഴ്സിൻ്റെ കൂടെ സംസാരിക്കാനും പറ്റും. സിസ്റ്റം ലിമിറ്റിംഗ് ആണെങ്കിലും ഒരാൾക്ക് ലെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സാധനങ്ങളും സിസ്റ്റത്തിനകത്ത് തന്നെ ഉണ്ട്. ഇനി ജിൻ വൂവിൻ്റെ നോർമൽ പവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജിൻ വൂവിന് ഇമ്മൻസ് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. ജിൻ വൂ അവൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് തന്നെ നമ്പർ 1 ഹണ്ടർ തോമസ് ആൻഡ്രേനെ അവൻ്റെ നോർമൽ പഞ്ചസ് കൊണ്ട് തന്നെ തോൽപ്പിച്ചായിരുന്നു. ആൻഡ് ബീസ്റ്റ് മൊണാർക്ക് റാക്കന്നെ വരെ 3 അറ്റാക്സിലാണ് ജിൻ വൂ തീർത്തത്. ഇനി ജിൻ വൂവിൻ്റെ സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ജിൻ വൂ മൊണാർക്ക് ആൻഡ്രേൻ്റെ അറ്റാക്ക് വരെ ബ്ലോക്ക് ചെയ്തായിരുന്നു. ആൻഡ് ആൻഡ്രേൻ്റെ അറ്റാക്ക് ചില മൊണാർക്സിന് കാണാൻ പോലും പറ്റാത്തതാണ്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ജിൻ വൂവിൻ്റെ ഡ്യൂറബിലിറ്റിയും ഭയങ്കര ഹൈ ആണ്. ആൻഡ് സീരീസിൻ്റെ എൻഡിൽ മൊണാർക്സ് അല്ലാതെ ആർക്കും ജിൻ വൂവിനെ ഹേർട്ട് പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ജിൻ വൂവിൻ്റെ മുകളിൽ പോയിസണും ആൽക്കഹോളിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ആൻഡ് ജിൻ വൂവിന് വേണമെങ്കിൽ അവൻ്റെ ദേഹത്തു നിന്ന് മുറിഞ്ഞു പോയ ഏത് ബോഡി പാർട്ട് വേണമെങ്കിലും റീജനറേറ്റും ചെയ്യാൻ പറ്റും. ഷാഡോ മൊണാർക്കിൻ്റെ ഫുൾ പവേഴ്സ് എടുത്തതിന് ശേഷം ജിൻ വൂ ഏജ് ചെയ്യുന്നവരെ നിർത്തി. ആൻഡ് ജിൻ വൂ ഏജ് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവൻ ടൈം ടു ടൈം അവൻ്റെ അപ്പിയറൻസ് വരെ ചേഞ്ച് ചെയ്യും. ഇനി കുറച്ചും കൂടെ എക്സ്ട്രാ പവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജിൻ വൂവിന് സ്റ്റെൽത്ത് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെൽത്ത് യൂസ് ചെയ്ത് ജിൻ വൂവിന് എൻവയോൺമെൻറ്റുമായിട്ട് കോമഫ്ലാഷ് ചെയ്യാൻ പറ്റും. ലിറ്ററലി ജിൻ വൂ ഇൻവിസിബിൾ ആകും. സ്റ്റെൽത്ത് എബിലിറ്റി യൂഷ്വലി കണ്ടുവരുന്നത് അസാസിൻ ടൈപ്പ് ഹണ്ടേഴ്സ് യൂസ് ചെയ്താണ്. പിന്നെ വരുന്ന എബിലിറ്റിയാണ് ബ്ലഡ് ലസ്റ്റ്. ഇത് യൂസ് ചെയ്ത് ജിൻ വൂവിന് അവൻ്റെ ഒപ്പണൻറ്റിനെ ബ്ലഡ് ലസ്റ്റ് കാണിച്ച് പേടിപ്പിച്ച് സബ്മിഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ജിൻ വൂവിന് ക്വിക്ക് സിൽവർ, മൾട്ടിലേഷൻ അങ്ങനെ പറയുന്ന കുറേ ചെറിയ അറ്റാക്സുകളും ഉണ്ട്. ഇനി ജിൻ വൂവിൻ്റെ കുറച്ച് പവർഫുൾ എബിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ് റൂളേഴ്സ് അതോറിറ്റി. റൂളേഴ്സ് അതോറിറ്റി ബേസിക്കലി ടെലിക്കിനീസിസ് ആണ്. ആൻഡ് ജിൻ വൂവിന് ഇത് യൂസ് ചെയ്ത് ചെറുതും വലുതായി ഏത് സാധനം വേണമെങ്കിലും തൊടാതെ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഈ എബിലിറ്റി മാസ്റ്റർ ചെയ്തതിന് ശേഷം ജിൻ വൂവിന് ഇത് യൂസ് ചെയ്ത് കുറച്ചായിട്ട് പറക്കാനും പറ്റും. ആൻഡ് യൂഷ്വലി ജിൻ വൂ ഈ എബിലിറ്റി അറ്റാക്സുകളിൽ നിന്ന് ഡോഡ്ജ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത അറ്റാക്കാണ് ഡ്രാഗൺ സ്ഫിയർ. ഈ അറ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ ജിൻ വൂ സ്ക്രീം ചെയ്യും. ആൻഡ് ഈ സ്ക്രീം കേൾക്കുന്നവർ പേടിച്ച് ഒന്നും ചെയ്യാതെ അനങ്ങാതെ നിൽക്കും. ആൻഡ് ഈ ടൈമിന് ജിൻ വൂവിന് ഇവരെ എങ്ങനെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അറ്റാക്കിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ജിൻ വൂവിനെയും കാട്ടി സ്ട്രോങ്ങറായ ഒപ്പണൻസിൻ്റെ മുകളിൽ ഇത് വർക്കാവത്തില്ല. ജിൻ വൂവിനെയും കാട്ടി വീക്കർ ഒപ്പണൻസിൻ്റെ മുകളിൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. ഇനി പറയാൻ പോകുന്ന എബിലിറ്റിയാണ് ജിൻ വൂവിൻ്റെ ഏറ്റവും ഫേമസും മോസ്റ്റ് യൂസ്ഡ് എബിലിറ്റിയും. ഈ എബിലിറ്റീൻ്റെ പേരാണ് ഷാഡോ എക്സ്ട്രാക്ഷൻ. ഈ എബിലിറ്റി യൂസ് ചെയ്ത് ജിൻ വൂവിന് മരിച്ചുപോയവരെ എറൈസ് എന്ന് പറഞ്ഞ് ഷാഡോ ആയിട്ട് പുനർജനിപ്പിക്കാൻ പറ്റും. ഷാഡോ എക്സ്ട്രാക്ഷൻ മൊണാർക്സ്, റൂളേഴ്സും ആൻഡ് അബ്സല്യൂട്ട് ബീയിങ്ങിൻ്റെ മുകളിലും വർക്കാകില്ല. ആൻഡ് ജിൻ വൂവിനെയും കാട്ടി സ്ട്രോങ്ങറായ ഒപ്പണൻസിൻ്റെ മുകളിലും വർക്കാവില്ല. സീരീസിൻ്റെ എൻഡിൽ ജിൻ വൂവിൻ്റെ കയ്യിൽ 10 മില്യൺ പ്ലസ് ഷാഡോസ് ഉണ്ടായിരുന്നു ജിൻ വൂവിൻ്റെ ഷാഡോ ആർമിയിൽ. ജിൻ വൂവിന് ഈ ഷാഡോസിൻ്റെ കൂടെ അവൻ്റെ സ്ഥലം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ടെലിപ്പോർട്ട് ചെയ്യുന്ന പോലെ. ഇതിനെയാണ് ഷാഡോ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ജിൻ വൂവിന് ആൾക്കാരുടെ ഷാഡോസിനകത്ത് ഇവൻ്റെ ഷാഡോസിന് വെച്ച് അവരുടെ മുകളിൽ സ്പൈയും ചെയ്യാൻ പറ്റും. ആൻഡ് ജിൻ വൂവിൻ്റെ ഷാഡോസിന് ജിൻ വൂവിൻ്റെ മാന തീരുന്നവരെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ജിൻ വൂ ലെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജിൻ വൂവിൻ്റെ ഷാഡോസും ലെവലപ്പ് ചെയ്യും. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ സൺഡേ വരുന്നതായിരിക്കും. സോ ആസ് ഓൾവേസ് കീപ് ബീയിങ് ഓസം. ബൈ.